നിൽക്കുന്നതല്ല. വന്ന ടീം ഞങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല, എന്ത് ചെയ്യണം? ഈ അസുഖം ആരോഗ്യം ഒന്ന് കൈവയ്ക്കും. ഈ പറഞ്ഞ അസുഖങ്ങളൊന്ന് കൈവയ്ക്കും. എനിക്ക് ഒരു ടീമിനെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, എത്ര പറഞ്ഞ എൻ്റെ കൂടെ ആൾക്കാർ നിൽക്കുന്നില്ല, എന്താണെന്നറിയില്ല, എല്ലാ ആൾക്കാർക്കും ഇഷ്ടമല്ലെന്ന് അറിയില്ല. ചോദ്യം മനസ്സിലായില്ലേ? ചോദ്യം ഒന്നുകൂടെ പറയാം. ഇന്നേ വരെ ടീം ഇടാൻ പറ്റാത്ത, അല്ലേ, എൻ്റെ കൂടെ ഒരാൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, എൻ്റെ കൂടെ നിൽക്കുന്നില്ല, പറഞ്ഞവരൊക്കെ വന്ന പോലെ തിരിച്ചു പോകും. ആരെങ്കിലും അസുഖം എല്ലാവർക്കും കൈമുട്ടി ഉള്ളവരെ കൈവയ്ക്കോ, എല്ലാവർക്കും ഉള്ളതല്ലേ, അല്ലേ? എല്ലാവർക്കും എന്തുണ്ട്? ഈ അസുഖം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, അല്ലേ? ഇന്ന് ഈ പ്രോഗ്രാമിന് ഒറ്റയ്ക്ക് വന്നവർ കൈവയ്ക്കും. ടീമില്ലാത്തവർ ഒറ്റയ്ക്ക് വന്നവർ 0. അപ്പൊ എന്തായി? ഒരു കാര്യം ബോധ്യപ്പെട്ടു, അല്ലേ? എന്തില്ല? നമ്മൾക്കാർക്കും ടീം ബിൽഡ് ചെയ്യാനുള്ള സ്കിൽ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം ടീം ബിൽഡിംഗ് ട്രയാങ്കിൾ. എങ്ങനെയാണ് ഒരു ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്? ഓക്കെ, റെഡി? അപ്പോൾ പുതിയ ഈ ടോപ്പിക്കിലേക്ക് കിടക്കുമ്പോൾ ഒന്ന് വലത്തെ കൈ കൊണ്ട് ഇടത്തെ നെഞ്ചിൽ വെച്ച് ഞാൻ പുളിയാട്ടാന്ന് ഒന്ന് പറഞ്ഞേ. ഞാൻ പഠിക്കാൻ വേണ്ടി പോകണ്ട, പുതിയ സാധനം. പുതിയ ആ ഒരു കാര്യം ഇന്നേ വരെ നമ്മൾ പഠിക്കാത്ത ആ ടീം ബിൽഡിംഗ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. റെഡി? യെസ്. അപ്പൊ ഇതിൽ ഈ ടീം ബിൽഡിങ്ങിൽ വരുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് ലീഡർഷിപ്പ്. ഒന്ന് ഒരു ത്രികോണം വരച്ചിട്ട് അതിനുള്ളിൽ വേറൊരു ത്രികോണം വരച്ചിട്ട് അതിനുള്ളിലേക്കോ ഒന്ന് ലീഡർഷിപ്പ്. 2 പേഴ്സണാലിറ്റി. 3 ബേസിക് നീഡ്സ്. ഈ 3 കാര്യങ്ങളിലൂടെയാണ് നമുക്ക് ഒരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അതിൻ്റെ അകത്ത് 5 കാര്യങ്ങളുണ്ട് ഈ ടീം ബിൽഡ് ചെയ്യുമ്പോൾ. 1 വിഷൻ, 2 കൾച്ചർ, 3 കോച്ചിങ്, 4 കോമ്പൻസേഷൻ, 5 സിസ്റ്റം. അപ്പോൾ ടീം ബിൽഡ് ചെയ്യേണ്ട ഈ ട്രയാങ്കിളിൽ പഠിക്കേണ്ട 8 കാര്യങ്ങളാണ് നമ്മൾ ഇന്നും നാളെയായിട്ട് പഠിക്കാൻ വേണ്ടി പോകണം. ഓക്കെ, റൈറ്റ്? അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കേണ്ട കാര്യം, ഒരിക്കലും നമ്മൾ എഴുതി കഴിയണം. ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കുക, എന്നെ പോലെ മറ്റൊരാളെ കിട്ടില്ല. എങ്ങനെ? ഈ ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എന്നെ പോലെ വേറെ ഒരാളില്ല. എന്നെ പോലെ മറ്റൊരാളെ ആക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ക്ലിയർ ആയോ? എന്ത് പറഞ്ഞത് അത് സെറ്റാവുന്നില്ല. ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ട് എന്നെ പോലെ ആവാത്തല്ല, അല്ലേ അനീഷെ? ചിന്തിക്കില്ലേ? എന്നെ പോലെ എൻ്റെ ടീമങ്ങൾ ആവണില്ലെന്ന് അനീഷ് ആഗ്രഹിക്കില്ലേ? എന്നെ പോലെ, അനീഷിനെ പോലെ ഈ നിശാപ്രസാദ് ആയിരുന്നില്ലേ, അല്ലേ? എന്നെ പോലെ വിനോദ് ആയിരുന്നില്ലേ, അല്ലേ? എന്നെ പോലെ ഒന്ന് ആലോചിക്കേ. IG കിങ് മേക്കേഴ്സിൽ അനീഷിനെ പോലത്തെ 50 പേരുണ്ടെങ്കിൽ ആരാണെന്നറിയോ? 50 അനീഷ് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പൊന്നോ, IG കിങ് മേക്കേഴ്സ് ആരാ? രാജാവ്. ലിന്നുവിന്റെ പോലത്തെ 50 ഉണ്ടെങ്കിൽ ഈ യൂണിവേഴ്സ് ആരാ? ഒന്ന് ആലോചിക്കേ. 50 എൻ്റെ പോയോ ഈ ബിൽഡിംഗ് പൊളിച്ചിട്ടുണ്ട്, ഇല്ലേ? ഈ ബിൽഡിംഗ് പൊളിച്ചിടോ. അപ്പൊ ഒറ്റ കാര്യമുള്ളൂ, നമ്മളെ പോലെ ആരും ഇല്ല. പക്ഷെ എന്ത് ചെയ്യണം? ആ ലീഡറെ കോപ്പി ചെയ്ത് ആളെ പോലെ ആകാൻ ശ്രമിച്ചാൽ ആയാൽ നമുക്ക് എന്ത് ചെയ്യാം? അല്ലെ, ലീഡർഷിപ്പ് എന്ന് പറയാൻ ഒരു കാര്യം പറയാം. എന്തിനാണ് ലീഡർ ആവണമെന്ന് അറിയാം? ഒന്ന്, ഒറ്റയ്ക്ക് അധ്വാനിച്ച് ജീവിക്കുന്നത്. എങ്ങനെ? സ്വന്തം സമയവും സ്വന്തം എനർജിയും ഉപയോഗിച്ച് പണം ഉണ്ടാക്കിയാൽ അതുകൊണ്ട് സമ്പന്നനാകില്ല. എങ്ങനെ? നമ്മുടെ സ്വന്തം എനർജി സ്വന്തം സമയവും ഇൻവെസ്റ്റ് ചെയ്ത് പണം ഉണ്ടാക്കിയാൽ നമ്മൾ സമ്പന്നനാകില്ല, ജീവിക്കാം. അതേസമയം സമ്പന്നനാവണമെങ്കിൽ എന്ത് വേണം? ലിബറേറ്റ്. മറ്റുള്ള ആളുകളുടെ സമയം, മറ്റുള്ള ആളുകളുടെ സ്കിൽ, മറ്റുള്ള ആളുകളുടെ എനർജി, മറ്റുള്ള ആളുകളുടെ മണി, മറ്റുള്ള ആളുകളുടെ കോണ്ടാക്ട്, മറ്റുള്ള ആളുകളുടെ എക്സ്പീരിയൻസ്, മറ്റുള്ള ആളുകളുടെ നോളജ്.
ഈ 7 കാര്യങ്ങൾ അടിച്ചു മാറ്റുന്നവനാരോ അവനെ വിളിക്കുന്ന പേരാണ് ലീഡർ. നിങ്ങൾ എന്താ ചെയ്യണം? അനീഷിന്റെ സ്കിൽ, ലിൻഡുവിന്റെ നോളജ്, ജയശ്രീയുടെ കോണ്ടാക്ട്സ് എന്നൊക്കെ ഇങ്ങനെ പലതും അടിച്ചു മാറ്റി ഉപയോഗിക്കുന്നവനാരോ അവനാണ് ലീഡർ, അവനാണ് സമ്പന്നൻ. യൂസഫ് അലിക്ക് 63,000 സ്റ്റാഫ്. എന്താ ചെയ്യുന്നത്? 63,000 പേരുടെ 10 മണിക്കൂർ ഒരു ദിവസം അപഹരിക്കുന്നു. യൂസഫ് അലിക്ക് കോടീശ്വരൻ, ജോലിയുള്ളവൻ, അവിടെ ജോലി ചെയ്യുന്നവൻ ദരിദ്രൻ. അല്ലേ? ഇന്ന് പുതിയൊരു കണക്ക് വന്നിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ കേരളത്തിൽ പോർട്ടിലെ 50% മേലെയുണ്ട്. അതിൽ ഭൂരിഭാഗം തൊഴിലാളികളാണ്. അവർക്ക് 50,000 മുതൽ 70,000 രൂപ വരെയാണ് ആവറേജ് ഒരു മാസം ജീവിക്കാൻ വേണ്ടി വേണ്ടത്. ഇവരുടെ കയ്യിലൊന്നും എന്തില്ല, വേണ്ടത്തില്ല, പണമില്ല. ലോൺ കൊടുത്ത് ഇവരെന്ത് ചെയ്യുന്നു? കോർപ്പറേറ്റ്സിൻ്റെ അടിമകളാക്കി മാറ്റിക്കൊണ്ടിരിക്കാൻ. ഇപ്പം നിങ്ങളോട് ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ, എത്ര പേര് ലോണില്ലാത്ത ഫോണുണ്ട്? നിങ്ങൾ വന്ന വാഹനം, എത്ര പേർക്ക് ലോണില്ലാത്ത വാഹനമുണ്ട്? നിങ്ങൾ താമസിക്കുന്ന വീട് എത്ര പേരുണ്ട്? അല്ലേ? അപ്പം എന്താ ഇതൊക്കെ ആരാചന ചെയ്യണം? ഇതെല്ലാം നമ്മുടെ കോർപ്പറേറ്റ്സ് തയ്യാറാക്കിയ ആ ഒരു കിളി വിട്ടുപോയവരാണ് നമ്മളെല്ലാവരും. അപ്പൊ പറയുന്നത് ഓൾ ബിസിനസ് പ്രോബ്ലംസ് ആർ ലീഡർഷിപ്പ് പ്രോബ്ലം. അല്ലേ? ഇവിടുത്തെ ബിസിനസ് മുന്നോട്ട് പോകാത്തതിന്റെ മെയിൻ പ്രോബ്ലം എന്താ? ലീഡർഷിപ്പ് പ്രോബ്ലം ആണ്. അതോടൊപ്പം തന്നെ ബിസിനസ് ആർ സിമ്പിൾ ബട്ട് പീപ്പിൾ ആർ കോംപ്ലിക്കേറ്റഡ്. ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ട് ബിസിനസ് ചെയ്യില്ല? നിങ്ങൾ എന്തുകൊണ്ട് ബിസിനസ് തുടങ്ങിയില്ല? ബിസിനസ് തുടങ്ങിയാൽ സമ്പന്നനാകാമായിരുന്നു. കാരണം എന്താ? അവിടെ നമുക്ക് എന്ത് വേണം? ക്യാപിറ്റൽ വേണം, സ്ഥലം കണ്ടുപിടിക്കണം, ഒരു ബിസിനസ് കണ്ടുപിടിക്കണം, അൾട്ടിമേറ്റ് അവിടെ തൊഴിലാളികളെ വേണം. അപ്പൊ ഇതായിരുന്നു പീപ്പിൾ ആർ കോംപ്ലിക്കേറ്റഡ്. ഇവിടെ എത്ര ഫാക്ടറികൾ പൂട്ടിപ്പോയിട്ടുണ്ട്, അല്ലെ? എത്ര സ്ഥാപനങ്ങൾ, തൊഴിലാളികളാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ഇന്ന് ഈ ക്രൗഡ് ക്ലാസ്സിൽ ഇവിടെ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നത് ഞങ്ങളെടുത്ത എത്രയാണെന്നറിയാം. ഓക്കെ, എന്താ ഇത്രയും പേരെ ഒരുമിച്ച് 2 ദിവസം ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ഈ 5 സ്റ്റാർ ഹോട്ടൽ ആംബിയൻസിൽ നിങ്ങൾ ഇരുത്തണമെങ്കിൽ നിങ്ങൾ വരാതിരിക്കാനായിട്ട് പല പണിയെടുക്കും, അല്ലേ? പക്ഷെ എന്താണ് ഞങ്ങൾക്ക് എന്തറിയാം? ബിസിനസ് ആർ സിമ്പിൾ ബട്ട് പീപ്പിൾ ആർ കോംപ്ലിക്കേറ്റഡ്. ഞങ്ങൾക്ക് നിങ്ങൾ കോംപ്ലിക്കേറ്റഡ്. പക്ഷേ നിങ്ങളെ ഇവിടെ 2 ദിവസം കിട്ടിയാൽ, ഈ വരുന്ന 9 മാസം കൂടെ നിങ്ങൾ കിട്ടിയാൽ നിങ്ങൾക്ക് 2 കോടിയാണ്. പക്ഷെ അതിനിടെ എന്ത് വെച്ചു? ജസ്പീഡ് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ വെഹിക്കിൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾ വേറെ വണ്ടി കാണുമ്പോൾ ചാടി ഇറങ്ങും, എന്നിട്ട് അത് വിട്ടു പോകും. ചില ആളുകൾ എനിക്ക് വയ്യ പഠിത്തവും എടാ. ചില ആളുകൾ അങ്ങനെ പല ആളുകളും പല സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോകും. അത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്. എല്ലാവരും ജയിപ്പിക്കാൻ നിങ്ങളുടെ കൂടെയുള്ള ചെകുത്താൻ സമ്മതിക്കില്ല. അപ്പൊ അത്രയും ദൈവത്തിന്റെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ ഈ 9 മാസം ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒറ്റ കാര്യമില്ല. ഇവിടെ ഉണ്ടായിരുന്ന പലരും ഇടയ്ക്ക് യാത്ര ഇല്ലാന്ന് പറഞ്ഞു പോയി. ഒരാൾ പോലും ആ നിന്നിടത്തുനിന്ന് ഒരു സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് പോയി. നിങ്ങൾ നോക്കിക്കോ, അല്ലേ? അപ്പൊ എന്ത് പറ്റും? അവിടെ ഇറങ്ങിയിടത്ത് തന്നെ നമ്മൾ നിൽക്കേണ്ട അവസ്ഥ, അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? പല പ്രതിസന്ധികളും വരും. അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നവർക്കുള്ളതാണ് സക്സസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ബേസിക് ലെസൺ, യുവർ ടീം വിൽ നെവർ ബി ലൈക്ക് യു ഇസ് ആൻ ഇംപോസിബിൾ എക്സ്പെക്ടേഷൻ. ഒരിക്കലും നമ്മളെ പോലെ നമ്മുടെ ടീം ആക്കാൻ വേണ്ടി ശ്രമിക്കരുത്. നോക്കാം, ട്രൈ ചെയ്യാം, പക്ഷെ അത് പ്രതീക്ഷിക്കാൻ പാടില്ല. ഓക്കെ, ഇപ്പോ ജയശ്രീ വിചാരിക്കാണ് സന്ധ്യ അനീഷ് എന്നെ പോലാകണം. രാവിലെ കൃത്യം 8 മണിക്ക് ജയശ്രീ സുമി കയറും, സന്ധ്യ കയറും ഇല്ല. കൃത്യം 8 മണിക്ക് ലിൻഡു കയറും, പക്ഷേ ബിനൽ കയറും ഇല്ല. റിനി അഫ്സൽ കയറും ഇല്ല. നമ്മുടെ ടീച്ചർ കയറും, ആബേന്റെ അമ്മ ഇല്ല. കാരണം എന്താ? ആവില്ല. ക്ലിയർ ആയോ? അതായത് എല്ലാരും പോലെ ആകാൻ ശ്രമിക്കരുത്. പക്ഷെ അങ്ങനെ ആയാലോ, അല്ലേ? ഷിബിലി അന്ന് പോയതാക്കണം പാസ് ചെയ്ത്, പിന്നെ ഒരു ദിവസം കണ്ടിരുന്നു, പിന്നെ ആൾ ഇപ്പോഴാണ് കാരണം നിങ്ങളുടെ പ്രസൻസ് കാണുന്നില്ല.
എന്താ കുഴപ്പം? ഇതേപോലെ നമ്മൾ ആവേണം. അപ്പോൾ നമുക്കൊന്ന് കവർ ചെയ്തിട്ടുള്ള കാര്യം 9 ലെവൽ ലീഡറുകളുണ്ട്, 9 ടൈപ്സ് ലീഡർഷിപ്പ്. ഇത് ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞിട്ട് ചെയർമാനെ വിളിക്കും, എന്നിട്ട് ബാക്കി പിന്നാലെ നമ്മൾ നാളെ നിന്ന് ഫോളോ ചെയ്യും. ഓക്കെ, റെഡി? അപ്പോൾ 9 ലെവൽ ലീഡർഷിപ്പ് ഒന്ന് പഠിക്കാം. കാരണം നാളെ എനിക്ക് ഫുള്ള് ഫ്ലോർ കിട്ടിയാലേ ഇത് സെറ്റായി പോവുള്ളൂ, ഫ്ലോ പോകുള്ളൂ. ഓക്കെ, അപ്പോൾ 9 ലെവൽ ലീഡർഷിപ്പ് പഠിക്കാം. അപ്പോൾ ഒന്നാമത്തെ ഡ്രീമർ. യെസ്, എന്താ ഡ്രീമർ? നിങ്ങൾ ഇന്ന് ആദ്യമായിട്ട് വന്ന ഒരാൾ, ഈ പ്രൊജക്റ്റിലേക്ക് ആദ്യമായി വന്ന ഒരാളെ വിളിക്കുന്ന പേരാണ് യു ആർ എ ഡ്രീമർ. ഓക്കെ, ആ ഡ്രീമറുടെ ചോദ്യം ഇങ്ങനെ പറയുന്നു. പ്രൈമറി ക്വസ്റ്റ്യൻ, ഹൗ ഡു ഐ ഗെറ്റ് സ്റ്റാർട്ട്? ഞാൻ എങ്ങനെ തുടങ്ങി? 2, വേർ ഇസ് മൈ ബ്ലൂ ഓഷ്യൻ? മറ്റുള്ളവരെ കയ്യിലില്ലാത്ത ഇന്നോവേറ്റീവ് ആയിട്ട് എന്താണ് എൻ്റെ കയ്യിലുള്ളത്? ചോദ്യം 3, ലാക്ക് ഓഫ് ഡയറക്ഷൻ ആൻഡ് ക്ലാരിറ്റി. എന്ത് ചെയ്യണം എന്നറിയില്ല, എങ്ങനെ പോകണം എന്നറിയില്ല. ദെൻ ഓപ്പർച്യൂണിറ്റി, നത്തിങ് ടു ലൂസ്. നഷ്ടപ്പെടാനൊന്നുമില്ല. അപ്പൊ ആദ്യമായിട്ട് ഒരു പ്രൊജക്ട് കേട്ടപ്പോൾ ഡ്രീം, എന്താ ഡ്രീം? ആദ്യം നിങ്ങൾ ഡ്രീമറായിട്ട് വരികയാണ് അല്ലെ? ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങൾ. പക്ഷെ എന്താണ് അവിടെ നിങ്ങളെ കുഴപ്പിക്കുന്ന 4 ചോദ്യങ്ങൾ. എന്തായിരുന്നു? ഹൗ ഡു, ഇതെങ്ങനെ തുടങ്ങും? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താ? ഓക്കെ. 2, വേർ ഇസ് മൈ ബ്ലൂ ഓഷ്യൻ? ഇതിൽ എന്താണ് മറ്റുള്ളവരെ കയ്യിലില്ലാത്ത യുണീക്ക് ആയിട്ടുള്ള എന്താണ് എൻ്റെ കയ്യിലുള്ളത്? 3, എന്തായിരുന്നു? ലാക്ക് ഓഫ് ഡയറക്ഷൻ ആൻഡ് ക്ലാരിറ്റി. 4, നത്തിങ് ടു ലൂസ്. നിർത്തിയാലും ഒന്നും പോകാനില്ല. ശരിയാണോ? അപ്പൊ ഈ സ്റ്റേജിൽ ഈ ഡ്രീമർ 30 ലക്ഷം രൂപ വരെ മാത്രമേ ഈ സ്റ്റേജിൽ ബിസിനസ് ചെയ്യാൻ പറ്റൂ. ഇവരെ വിളിക്കുന്ന പേരാണ് ട്രെയിനിങ്. ക്ലിയർ? നമ്മുടെ ജസ്പേഡിൽ ഈ സ്റ്റേജിൽ വിളിക്കുന്ന പേരാണ് ട്രെയിനിങ്. ട്രെയിനിങ് എത്ര റാങ്കുകളുണ്ട്? ട്രെയിനിങ് 1 എക്സിക്യൂട്ടീവ്, 2 സീനിയർ എക്സിക്യൂട്ടീവ്, 3 സൂപ്പർവൈസർ, 4 ASM, 5 SM. അപ്പൊ ഇവിടെ ഉള്ള വിളിക്കുന്ന പേരാണ് ഡ്രീമർ. ഈ സ്റ്റേജ് കടന്നാൽ രണ്ടാമത്തെ സ്റ്റേജാണ് മാനേജർ, ജസ്റ്റ് പെയ്ഡ് മാനേജർ. ചോദ്യം, പ്രൈമറി ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ ഐ സർവൈവ്? എങ്ങനെ എനിക്ക് മറികടക്കാം? 2, ഹൂ ക്യാൻ ഗൈഡ് മീ? ചോദ്യം 2, ആരാണ് എന്നെ ഒന്ന് ഗൈഡ് ചെയ്യാനുള്ളത്? ഹൂ ഈസ് മൈ മെന്റർ? എന്താണ് ചോദ്യം? എന്താ? ആരാണ് എന്റെ മെന്റർ? എവിടെയാണ്? മാനേജറിന്റെ ചോദ്യമാണ്, ആരാണ് എന്റെ മെന്റർ? ചോദ്യം 3, ലാക്ക് ഓഫ് ക്യാപിറ്റൽ ആൻഡ് നോളജ്. ടീമിനെ ബിൽഡ് ചെയ്യാനുള്ള ഡിസൈൻ. എന്താ കുഴപ്പം? ടീമിനെ ബിൽഡ് ചെയ്യാനുള്ള അറിവില്ല. ലാക്ക് ഓഫ് ക്യാപിറ്റൽ ആൻഡ് നോളജ്. എന്താണ്? മാനേജർ പോസ്റ്റ് ഇപ്പൊ ടീം ബിൽഡിംഗ് ആണ്. ആ സമയത്ത് എന്തില്ല? നോളജ് ഇല്ല. ആ സമയത്ത് എന്തില്ല? കയ്യിൽ പൈസ ഇല്ല, അല്ലെ? സെറ്റായി വരുന്നുള്ളൂ. ദെൻ ഫെയിൽ ഫാസ്റ്റ്. തോറ്റു പോകാനുള്ള സാധ്യത കൂടുതൽ. ഓക്കെ, ഇവിടെ നിന്നാണ് നിൽക്കാതെ നിർത്തിപ്പെട്ടു പോകും. ആദ്യം ഇപ്പൊ ശരിയാവുന്ന വെച്ച് വരും, പക്ഷെ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്ത് പോകുന്നു. അപ്പൊ ഇവിടെ നിന്നു നഷ്ടപ്പെടാനൊന്നുമില്ല, പക്ഷെ ഇവിടെ ട്രൈ ചെയ്ത് നോക്കി, അല്ലെ? ട്രൈ ചെയ്ത് നോക്കി തോറ്റു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ 2 മറികടന്നാൽ മൂന്നാമത്തേതാണ് ടെക്നീഷ്യൻ. വിളിക്കുന്ന പേര് ടെക്നീഷ്യൻ. റാങ്ക് വരുന്നത് BDM, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ. ജസ്റ്റ് പോയിട്ട് എത്രാമത്തെ റാങ്ക? BDM എത്രാമത്തെ റാങ്ക? 5, 6, 7, 8 അല്ലെ? 8ാമത്തെ റാങ്കാണ്. ഈ BDMന്റെ പ്ലസ് എന്താ? ഓൾറെഡി ടീമിനെ ബിൽഡ് ചെയ്തു. Then who to today? ആര് എന്തൊക്കെ ചെയ്യും? ടീമിനെ വേണ്ടി നമുക്ക് മെസ്സേജ് കൊടുക്കാം. ലുക്കിംഗ് ത്രൂ പ്രോഫിറ്റബിൾ കസ്റ്റമേഴ്സ്. അവിടെ എന്ത് ചെയ്യുന്നു? രജനി റാങ്ക് ഏതാ? SPD, BDM ആയിട്ട് BDM മെസ്സേജ് എന്താ? അല്ലെ? ആര് ചെയ്യും? ഇനി എന്ത് ചെയ്യണം? പ്രോഫിറ്റബിൾ കസ്റ്റമർ നമ്മൾ നോക്കുന്നു. Then പ്രശ്നം എന്താ? ഇവിടുത്തെ ലീഡ്സ് ഇല്ല. പ്രോബ്ലം, ലാക്ക് ഓഫ് ലീഡ്സ്. ഓപ്പർച്യൂണിറ്റി ടു ബിൽഡ് ലോയൽ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. അവർ നല്ലൊരു കസ്റ്റമർ നമ്മൾ ഇത് ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുക. ബാക്കി നമുക്ക് നാളെ രാവിലെ പഠിക്കാം. ഓക്കെ. ദെൻ പോയിന്റ് നമ്പർ 4, മാർക്കറ്റർ. ഈ മാർക്കറ്റർ എന്ന് പറയുമ്പോൾ ഡെപ്യൂട്ടി മാനേജർ. ഓക്കെ, ഇവിടെ ചോദ്യം, ഹൗ ക്യാൻ ഇൻക്രീസ് സെയിൽസ്? എങ്ങനെ കച്ചവടം കൂട്ടാം?
എങ്ങനെ ബിസിനസ് കൂട്ടാം. 2, സെല്ലിംഗ് മോർ ടു എക്സിസ്റ്റിംഗ് കസ്റ്റമർ, എങ്ങനെ വാങ്ങിയവരെ കൊണ്ട് വീണ്ടും വാങ്ങിപ്പിക്കാൻ. 3, ലാക്ക് ഓഫ് ബാക്ക് എൻഡ് സപ്പോർട്ടിംഗ് ടീം, അവിടെ തന്നെ പ്രോബ്ലം സപ്പോർട്ട് ചെയ്യാനായിട്ട് ലിൻഡുവിന്റെ പോലത്തെ ആളുകൾ ഇല്ല. Then add more profitable products, കുറച്ചും കൂടെ നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യേണ്ട സമയം. ഓക്കെ, അപ്പൊ അതാണ് ഡെപ്യൂട്ടി മാനേജർ. ദെൻ വിളിക്കുന്ന പേര് മാർക്കറ്റർ. ഓക്കെ, നെക്സ്റ്റ് ഓപ്പറേറ്റർ, റീജിയണൽ മാനേജർ, ഓപ്പറേറ്റർ. ഓക്കെ, അങ്ങോട്ട് മാറിയിട്ടില്ല. യെസ്, ഓപ്പറേറ്റർ. ഹൗ ക്യാൻ ഐ ഗെറ്റ് മോർ ഡൺ, എങ്ങനെ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാം. 2, ഹൗ ടു അപ്ലൈ പ്രോസസ് ആൻഡ് സിസ്റ്റം, എങ്ങനെ ഒരു പ്രോസസ്സും സിസ്റ്റം ടീമിൽ കൊണ്ടുവരാം. 3, ലാക്ക് ഓഫ് ടീം, നല്ല ഒരു ടീം ഇല്ലാത്തതിന്റെ പ്രശ്നം. Then we can attract competent people. എന്തായിരുന്നു? We can attract, അല്ലെ, നമ്മൾ എങ്ങനെ നല്ല ആളുകളെ അട്രാക്ട് ചെയ്യാം. That is operator. Then next point, next leader. ലീഡറെ വിളിക്കുന്ന പേരാണ് സോണൽ മാനേജർ. അപ്പൊ ലീഡറാണ് എവിടെ വരെ എത്തണം? സോണൽ മാനേജർ. ഇവിടുത്തെ സോണൽ മാനേജേഴ്സ് ഒന്ന് ജസ്റ്റ് സോണൽ മാനേജേഴ്സ് ജയശ്രീ, അനീഷ്, ലിൻഡു ആയിട്ടില്ല, ഷൈനി, ഫവാസ്, ഷെഫി, അനൂർക്കി. യെസ്, നല്ല കൈയെടുത്ത് the great leader, the zonal manager. Okay, ഇവരെ പ്രശ്നം, where are the good people? Where are the good people? എൻ്റെ ടീമിൽ നല്ല ആളുകളെ കണ്ടുപിടിക്കണം. അത് അന്വേഷിക്കുന്നവരാണ് ആൾക്കാരുണ്ട്, പക്ഷെ ഇല്ല അനുസരിക്കാത്ത സന്ധി ഇല്ലാത്ത ഇടയ്ക്ക് മാത്രം കാണുന്ന ജീവിതാസേനം, അല്ലെ, അത്തരത്തിലുള്ളൊരു പ്രശ്നം എന്നിട്ട് അവിടെ നിന്നില്ല ഗുഡ് പീപ്പിളിനെ കണ്ടെത്തേണ്ടതുണ്ട്. 2, ഹൗ ക്യാൻ ഗുഡ് പീപ്പിൾ ജോയിൻ മൈ ടീം. രണ്ടാമത്തെ ബ്രേക്ക് ത്രൂ ക്വസ്റ്റ്യൻ, ഹൗ, അല്ലെ, എങ്ങനെ പുതിയ ആളുകളെ ടീമിലേക്ക് ജോയിൻ ചെയ്യിക്കാം. പ്രോബ്ലം, ലാക്ക് ഓഫ് ലീഡർഷിപ്പ്. അനീഷ്, ജയശ്രീ, അവിടുത്തെ കുഴപ്പം നിങ്ങളെ കുറച്ചും കൂടെ ഒരു നല്ലൊരു ലീഡറായിട്ട് മാറണം. അതിന് നമ്മൾ എന്തൊക്കെയാണ് ലീഡർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട തീരുമാനം, അല്ലെ, കഴിവുകൾ. Then to find good people and delegate, free up your time. നല്ല ആളുകളെ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ സമയം ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, the next point, CEO. നമ്മളിത് ഈ ഒരു കൊല്ലം കൊണ്ട് ഇതൊക്കെ മറികടക്കാനുണ്ടോ, നമ്മൾ പോണ വഴിയാണ് CEO. ഓക്കെ, ഇവിടെ 50 കോടി മുതൽ 100 കോടി വരെ കച്ചവടം. ചോദ്യം, ഹൗ ക്യാൻ ഹോൾഡ് മൈ ടീം അക്കൗണ്ടബിൾ, കുറച്ചും കൂടെ, അല്ലെ, നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ടീമിനെ ലീഡർമാരെ എങ്ങനെ ബിൽഡ് ചെയ്യാം. 2, ഹൗ ക്യാൻ ഐ ക്രിയേറ്റ് മോർ ലീഡേഴ്സ്, അല്ലെ, എങ്ങനെ കൂടുതൽ ലീഡേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാം. ദെൻ ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി, അവിടെ ഏറ്റവും വലിയ കുഴപ്പം എന്താ? ട്രാൻസ്പെറൻസി ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഹയറിംഗ് പീപ്പിൾ സ്മാർട്ടർ ദാൻ യു, ഓപ്പർച്യൂണിറ്റി, ഹയറിംഗ് പീപ്പിൾ, നമ്മളെക്കാളും നല്ല ആളുകളെ ടീമിലേക്ക് കൊണ്ടുവരേണ്ട സമയമാണ് ഈ CEO. ഓക്കെ, ഞാൻ ജസ്റ്റ് റീൽസ് പോലെ പറയുന്നുണ്ടോ, ഇത് ജസ്റ്റ് ഒരു എന്താണ് നിങ്ങൾക്ക് നാളെ പഠിക്കാൻ പോണ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മെമ്പറിൽ കിട്ടുകയാണ്. ദെൻ ഡയറക്ടർ. എന്താ ഡയറക്ടർ? ജസ്റ്റ് പേരിൻ്റെ പ്രോഫിറ്റ് ഷെയർ കിട്ടാൻ പോകുന്ന റാങ്കാണ് ഡയറക്ടർ. ബിസിനസ് 100 കോടി മുതൽ 1000 കോടി രൂപ വരെ. ഓക്കെ, ചോദ്യം, ഹൗ ഡു യു എംപവർ ടീം? എന്താ ഞങ്ങളുടെ പണി? ഇപ്പൊ ആരാ ഡയറക്ടേഴ്സ്? ഞാൻ ചെയർമാൻ. എന്താ പണി? ഹൗ ഡു യു എംപവർ ടീമിനെ എങ്ങനെ പവർ ആക്കി? അത് ഞങ്ങളുടെ കോമ്പറ്റീഷനൊക്കെ വരുത്തി നിങ്ങളെ പല രീതിയിലും നിങ്ങൾ എന്ത് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ ഉത്തരവാദിത്തം. അപ്പൊ CEO ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേപോലെ ടീമിനെ എംപവർ ചെയ്തുകൊണ്ടിരിക്കണം. 2, ഹൗ ക്യാൻ ഐ ഗെറ്റ് ഔട്ട് ഓഫ് സിസ്റ്റം? എന്താണ് ഇത്? എങ്ങനെ ഈ സിസ്റ്റത്തിൽ നിന്ന് പുറത്ത് കിടക്കാം? ഞങ്ങളെ പണി ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇത് ലിൻഡുവിനെ, ഇത് അനീഷിനെ, അല്ലെ, അത്തരത്തിൽ ലീഡർമാരെ ഏൽപ്പിച്ച് എങ്ങനെ പുറത്ത് കിടക്കാം. അപ്പൊ എന്ത് ചെയ്യണം? ഞങ്ങളെ പോലത്തെ ലീഡ്. പിന്നെ എന്താ കണ്ടേ? ജയശ്രീ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്തു?
നൗറിനെ കിട്ടി. കുറച്ച് കഴിയുമ്പോൾ അവിടെ ലില്ല് മാറിയിട്ട് ലീച്ചി അഭിലാഷ് കയറും അല്ലേ? എന്താ അവിടെ സംഭവിക്കുന്നത്? കുറച്ച് ലീച്ച് മാറിയിട്ട് മഞ്ജു വരുന്നു. അവിടെ എന്താ? ഹൗ ഡു യു എംപവർ ടീം? രണ്ട്, ഹൗ ക്യാൻ ഐ ഗെറ്റ് ഔട്ട് ഓഫ് സിസ്റ്റം? ഔട്ടാണ്. എന്നും എന്തില്ല ഈ പണി ചെയ്തുകൊണ്ട് പോകാൻ പാടില്ല. ഇപ്പൊ എന്തുകൊണ്ട് ഈ പണി ഞങ്ങൾ ചെയ്യണം? എന്തിനാ? ഇവിടെ ഇതേ ലെവലിലേക്ക് അവരെ ആക്കിയെടുക്കുന്നത് വരെ സിഇഒ ആവുന്നവർ ആരുണ്ടാവും? അനീഷും ലില്ലും ജയസും ടീമൊക്കെ ഇവിടെ വന്ന് സിഇഒ ആവുന്നത് വരെയുള്ള ഞങ്ങൾ. അത് കഴിഞ്ഞ് ഗെറ്റ് ഔട്ട് ഓഫ് സിസ്റ്റത്തിൽ നിന്ന് പോകണം. ഓക്കെ, ലാക്ക് ഓഫ് സസ്റ്റൈനബിലിറ്റി. ഓക്കെ, ഇവിടെ പ്രശ്നം എന്താണ്? ലാക്ക് ഓഫ് സസ്റ്റൈനബിലിറ്റി. ഹയർ സി സ്യൂട്ട് എംപ്ലോയി. അപ്പൊ ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ സി സ്യൂട്ട് എംപ്ലോയീസിനെ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഓക്കെ, ഇവിടെ വന്നപ്പോ മോളുടെ പേര് സമീപം വാ മോള് വാ. പേര് ശ്രുതി. യെസ്, ഇത് നമ്മുടെ ജസ്പീഡിന്റെ പുതിയ HR ആണ്. രണ്ടുപേരും HR അതേപോലെ തന്നെ അസിസ്റ്റന്റ് പേരും കൂടിയിട്ടാണ്. നമ്മളെ സംയുക്ത 1.5 ലക്ഷം രൂപ സാലറി മേടിച്ചുകൊണ്ട് സിംഗപ്പൂരിൽ ജോലിയിലായിരുന്നു HR. റിസൈൻ ചെയ്ത് നമ്മൾ ഇവിടെ കൊണ്ടുവന്നാൽ CC കുറച്ചും കൂടെ കമ്പനിയെ ഇത് സെറ്റാക്കി കൊണ്ടുപോകണം. പേര് പറഞ്ഞല്ലോ ശ്രുതി. ശ്രുതി ഇതേപോലെ തന്നെ വലിയൊരു 70,000 രൂപ സാലറി നിൽക്കായിരുന്നു അവിടെ നിന്ന് ഇവിടെ. അപ്പൊ ഇതെന്താ? കമ്പനിയുടെ ലെവൽ മാറുക അല്ലേ? കമ്പനിയുടെ ലെവൽ മാറും. എന്ത് ചെയ്യണം? ഇതേപോലുള്ള എന്ത് ചെയ്യണം? CC നോളജ് ഉള്ളവരെ അപ്പ ചൂണ്ടിക്കോളം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ടുപേരും ഇപ്പൊ നിൽക്കുന്ന നിപ്പാണെങ്കിൽ വിത്തിൻ മന്തിനുള്ളിൽ ഇവരെ സ്റ്റേജുകളിൽ മാറ്റേണ്ടത് കമ്പനിയുടെ ആവശ്യം. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് ഈസ് ഇൻവെസ്റ്റർ. എന്താ ഇൻവെസ്റ്റർ? പൈസ ഉണ്ടാക്കി. ഇപ്പൊ ഞങ്ങളുടെ പണി എന്താ? ഞങ്ങളുടെ പണി പൈസ ഉണ്ടാക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക. ഡയറക്ടറായി കഴിഞ്ഞു, പണം ഉണ്ടാക്കി, ഇൻവെസ്റ്റർ. അപ്പൊ അവിടുത്തെ ജോലി എന്താ? വാട്ട് ഷുഡ് ഐ ഇൻവെസ്റ്റ് ചെയ്യും? ഞാൻ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം? രണ്ട്, വാട്ട് ഈസ് മൈ ലെഗസി? ചോദ്യം, വാട്ട് ഈസ് മൈ ലെഗസി? ലാക്ക് ഓഫ് ഡൈവേഴ്സിറ്റി, കൺവേർട്ട് പ്രോഫിറ്റ് ഇൻവെസ്റ്റ്മെന്റ്. അല്ല പ്രോഫിറ്റുകൾ ഇപ്പൊ എന്ത് ചെയ്തേ അല്ലെ? കമ്പനി എന്ത് ചെയ്യുന്നു? നമുക്ക് പാർക്കാൻ ചന്ദ്രൻ വേണ്ട. ആദ്യം സാൻഡൽവുഡ് പ്ലാന്റേഷൻ, ആ പ്രോഫിറ്റ് എന്ത് ചെയ്തു? നേരെ നമുക്ക് പാർക്കാൻ ചന്ദ്രത്തോപ്പ്. ആ പ്രോഫിറ്റ് എന്ത് ചെയ്തു? ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. ആ പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ആ പ്രോഫിറ്റ് എന്ത് ചെയ്യും? ഫ്രാഗ്രൻസ്. ആ പ്രോഫിറ്റ് എന്ത് ചെയ്യും? ഫ്ലാറ്റിലേക്ക് കോഴിക്കോട് ഫ്ലാറ്റ്. ആ പ്രോഫിറ്റ് എന്ത് ചെയ്യും? ആ പ്രോഫിറ്റ് എന്ത് ചെയ്യും? നമ്മുടെ പുതിയ സ്കൂൾ പ്രൊജക്റ്റിലേക്ക്. എന്നാൽ ഒന്ന് ആലോചിക്കുക, ഇത് കറക്റ്റ് ചെയ്തതാ. ഈ ലെവലിലാണ് കമ്പനി പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലിയർ? ഈ പൈസ പുട്ടടിക്കാനുള്ളതല്ല. എന്ത് ചെയ്യണം? ഈ പൈസ കറക്റ്റ് സമയത്ത് ഇൻവെസ്റ്റ് ചെയ്ത് എന്തിനാ? നിങ്ങളെ കൂടെ സമ്പന്നരാക്കണമെങ്കിൽ എന്ത് വേണം? കമ്പനിയുടെ പിന്നാലെ അടുത്തടുത്ത പ്രൊജക്റ്റുകൾ പിന്നാലെ വന്നിരിക്കലോ. ഒറ്റ ചോദ്യമുള്ളൂ, ഇനി 100 കോടി രൂപ ബാലൻസ് ഉള്ളൂ. നമ്മുടെ കോട്ടേജിലും ഇന്ത്യക്ക് 100 കോടി ബാക്കിയുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യും? ബാക്കി വൃത്തിയാ കമ്പനിക്ക് ആവശ്യമുള്ള പൈസ കമ്പനിക്ക് എന്ത് ചെയ്യാം? ചെയർമാനെ മതി, നമുക്ക് മതിയില്ല. ഇതൊക്കെ നടത്തിയിട്ടുള്ളൂ. കാരണം എന്താ? നമുക്ക് എല്ലാ വർഷവും ആ കോട്ടേജ് വാടക കൊടുത്ത് 21 കോടി രൂപ കിട്ടും. 50-50 മതിയില്ലടാ. പോരെ? ഒരു മാസം ജീവിക്കാൻ 75 ലക്ഷം 1.5 കോടി പോരെ? 2 കൂടെ പോരെ? എന്തിനു വേണ്ടി വീണ്ടും റിസ്ക് എടുക്കണേ? എന്തിനു വേണ്ടിയിട്ടാ? ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങളെ പോലുള്ളവരെ കൂടെ എന്ത് ചെയ്യണം? ഞങ്ങളൊപ്പം എത്തിക്കണം. ഇവിടെ ഒരു സമ്പന്നൻ ചിന്തിക്കാത്ത ഏറ്റവും വലിയൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് സമ്പന്നരെ സൃഷ്ടിക്കുന്നില്ല? ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങള് നിങ്ങളെ പോലുള്ള സമ്പന്നരാക്കാൻ വേണ്ടി ഞങ്ങളുടെ സ്കിൽ, നിങ്ങളുടെ നോളജ്, എല്ലാം നിങ്ങൾക്ക് തരാം. ആണോ? അപ്പൊ അതിനെന്ത് ചെയ്യണം? ഇവിടെ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ ഒരു ട്രെയിനറല്ല, ചെയർമാൻ ട്രെയിനറല്ല. പക്ഷെ എന്നിട്ട് ഞങ്ങൾ ഇത്ര നാളും പഠിച്ചെടുത്തത് പ്രതിസന്ധികൾ ഒരുപാടുണ്ട്. ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് അടിച്ചടിച്ച് നിന്ന് അല്ലെ എങ്ങനെയൊക്കെ ഏത് വഴികൂടെ പോകണം ഇങ്ങനെ പറയും. ഒറ്റയ്ക്ക് വഴി വേണ്ടി വന്നവരാണ് ഞങ്ങൾ, ഒറ്റയ്ക്ക് വഴി വേണ്ടി വന്നവർ. അപ്പൊ നിങ്ങൾക്കും ഇത് ലൈഫിൽ സിമ്പിളായിട്ട്. ഇനി അതേസമയം എൻ്റെ ഫാദർ റിലയൻസ് അല്ലെ
ദിലീപായി അമ്പതിന് വിചാരിക്കും. ഒരിക്കലും എനിക്ക് ഇതേമാതിരി പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം അച്ഛൻ്റെ പൈസ ഇപ്പൊ ഇവിടെയാ ഞങ്ങൾ വഴി വീട്ടി വന്നതാണ് അല്ലെ. എല്ലാ ലൂപ്പ് ഹോൾസും ഞങ്ങൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് എന്താ ഗുണം? നിങ്ങൾക്ക് എന്താ ഗുണം? അതായത് പ്രാക്ടിക്കൽ പ്രാക്ടീഷണർ. ഞങ്ങൾക്കറിയാം എന്താണ് ഇനി സംഭവിക്കാൻ പോണതെന്നും ഇനി മുന്നോട്ട് എങ്ങനെയൊക്കെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട്. ഇപ്പൊ നോക്കി, എനിക്ക് തോന്നുന്നു ഏകദേശം 10-25,000 കൊണ്ട് പ്രൊജക്റ്റാണ് ഇവിടെ റൺവേയിൽ കളിക്കണം. ഇവരൊക്കെ ഒന്ന് പൊക്കണമെങ്കിൽ ഇന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ എന്തിനാന്ന് പറയുന്നത്? ഇന്ന് 31, നാളെ April 1 നമുക്ക് എന്ത് ചെയ്യണം? എല്ലാവർക്കും കൂടെ ആ 2 പ്രൊജക്റ്റുകൾ തീർത്താലോ, ആ കോട്ടേജും ആ ഇൻ്റഗ്രേഷനും തീർത്താൽ നിങ്ങൾക്ക് എത്ര കൊണ്ട് വരുന്നു? 10-20 കോടി അല്ലേ? അത് നിങ്ങൾ ഉണ്ടാക്കാതെ ഏകദേശം 20 കോടി നിങ്ങൾക്കുള്ളത്. അത് എന്നിട്ട് വിളിച്ച് അത് തരാൻ വേണ്ടി വിളിച്ചു വരുത്തിയേക്കുന്നത്. പക്ഷേ അത് വാങ്ങണമെങ്കിലുള്ള സ്കില്ല് നിങ്ങൾക്കുണ്ടോ? ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാം? ഏപ്രിൽ അതിനോട് വിളിച്ചു തീർത്താൽ സമാധാനമായാലോ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? മെയിൽ എന്ത് ചെയ്യാം? അടുത്ത സാധനത്തെ റൺവേക്ക് എടുക്കാൻ ഇതിൽ എടുക്കുന്നതോറും ഇന്ധന ചെലവാ ഇല്ലേ? ഇപ്പൊ എയർപോർട്ടിൽ ഫ്ലൈറ്റ് എടുക്കുന്നതോറല്ല, ചെലവ് കൂടുതലാ. എപ്പൊ എന്ത് ചെയ്യണം? കമ്പനിയുടെ ചെലവ് ചുരുക്കണമെങ്കിലും നിങ്ങൾക്ക് സമ്പന്നം എന്ത് ചെയ്യണം? കോട്ടേജും ഇങ്ങനെ ഒന്ന് വിൽച്ചതാണ് ഇല്ലേ? നമുക്ക് ഒരുമിച്ചിട്ട് വിൽക്കാമേ. അപ്പൊ നമുക്ക് അതിന് പഠിക്കേണ്ട കാര്യമാണ്. ഇത് ലീഡർഷിപ്പ് ആണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ലീഡറാണ് പഠിക്കേണ്ട കാര്യമാണ് പേഴ്സണാലിറ്റി. ഓക്കെ, ഇവിടെ നമ്മുടെ എല്ലാവരും പ്രശ്നം നിങ്ങളുടെ സ്വഭാവം നിങ്ങൾക്കാണ് ഇഷ്ടമല്ല. ചോദ്യം, നിങ്ങളുടെ സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടമാണോ? ചിലയിടത്ത് ഇടി, ചില സമയത്ത് പുക അല്ലേ, എന്താണെന്നറിയില്ല. പിന്നെ കൂടെ വന്ന പാർട്ട്ണറോ, അതിനേക്കാളും പ്രശ്നം. ശരിയാണോ? അപ്പം പറയുന്നത് കുടുംബത്തിൽ തന്നെ പ്രശ്നമാണെങ്കിൽ നാട്ടുകാരുടെ അവസ്ഥ എന്താ? കുടുംബത്തിലേ പ്രശ്നം അല്ലേ, പുറത്ത് കിടന്നാലോ അവിടെ പ്രശ്നം. അപ്പം നമ്മൾ പഠിക്കേണ്ടത് ഇത് ചെയർമാൻ വന്ന് പറയുമ്പോൾ നിങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പറഞ്ഞ് വിചാരിക്കാൻ പാടില്ല. ഇത് വ്യത്യസ്ത എല്ലാവരും ഉണ്ട് ആ സ്വഭാവത്തിൽ. അപ്പൊ നമ്മൾ പഠിക്കാൻ വേണ്ടി പോണത് നമ്മൾക്ക് കേട്ടിട്ടുണ്ട് ഡോഗ് ടെസ്റ്റ് എന്ന് പറയും. അതായത് നമ്മൾക്ക് 4 പക്ഷികളോട് നമ്മളെ ഉപമിച്ചാൽ നിങ്ങൾ അതിൽ ഏതാകണം. ഇത് പഠിക്കുന്നറിയോ? നിങ്ങൾ ഏതാണ് തിരിച്ചറിയാം. പക്ഷെ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടി ഏതാകണം. ക്ലിയർ? അപ്പൊ നിങ്ങളുടെ സ്വഭാവം എന്ത് ചെയ്യണം? ഇപ്പൊ ചെയർമാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ആരാണുള്ളത്. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ എന്ത് ചെയ്യണം? മാറണം. ഏതായിട്ട് പറയും ഏതാവണ്ടേന്നുള്ളത്. ഓക്കെ, അങ്ങനെ സ്വഭാവം മാറ്റിയെങ്കിൽ മാത്രമേ ഇല്ല. സ്വഭാവം മാറ്റാൻ ഞാൻ തയ്യാറല്ല. ആ ഡോറ് തുറന്നു പോയിക്കോ, അത്ര പറയണം. അല്ല, പൈസ വേണം, പക്ഷേ എൻ്റെ സ്വഭാവം മാറ്റാൻ ഞാൻ തയ്യാറല്ല. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പറ്റിയ പണി തന്നെ, നിങ്ങൾ പഴയ നിലയിലേക്ക് പോകും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ലീഡർഷിപ്പിന്റെ ആ ഒരു ഡീപ്പ് ലെവലിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ചെയർമാൻ പറഞ്ഞു തരും നിങ്ങൾ ആരാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ആരാണെന്നും ഞാൻ ആരാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആരാകണമെന്നും എന്താകേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് പഠിക്കാം. മനുഷ്യന്റെ ആ ഡോഗ് ടെസ്റ്റ് ആദ്യം നടത്തുന്നു. അതിനുശേഷം ചെയർമാൻ എന്തൊക്കെയോ അല്ലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്ത് പഠിക്കാം? 6 ബെസ്റ്റ് ലീഡർഷിപ്പ് മാനേജ്മെന്റ് സ്റ്റൈൽ പഠിക്കാം. അതിനുശേഷം നമുക്ക് പഠിക്കാം. അപ്പൊ ഞാൻ എന്തായാലും വളരെ സ്നേഹപൂർവ്വം ചെയർമാന് മൈക്ക് കൈമാറുകയാണ്. അപ്പൊ നമുക്ക് പഠിക്കേണ്ട ആ ഒരു 4 പേഴ്സണാലിറ്റിയെ കുറിച്ച്. ഓക്കെ, ഓക്കെ. അപ്പൊ ഇപ്പൊ